ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ ആണെങ്കിലും രാധികാമ്മയുടെ അടുത്ത് പറയായിരിക്കും, എൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹത്തെ പറ്റി നിങ്ങളിനി സംസാരിച്ച് പോവരുത്. രാധികാമ്മയ്ക്ക് മറ്റാരെക്കാളും എൻ്റെ അടുത്തായിരുന്നു സ്നേഹം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനും ഗീതും ഒരുപാട് വഴക്കിട്ടിട്ടുള്ളത്. ഇപ്പം എല്ലാത്തിനും എനിക്ക് ഉത്തരം കിട്ടി. രക്തബന്ധത്തെ മാത്രമേ രാധികാമ്മയ്ക്ക് സ്നേഹമുള്ളൂ. ഗീതു പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ രാധികാമ്മയ്ക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അതേസമയം രേഖ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ രാധികാമ്മയാണെങ്കിലും പറയും, എൻ്റെ കണ്ണാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കണ്ണാ, നിൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞും കൂടിയല്ലേ, എനിക്കും കൂടി വേണ്ടപ്പെട്ടവളല്ലേ, ഗീതു ആണെങ്കിൽ എൻ്റെ മോള് പോലെ തന്നെയാണ്, അല്ല മോള് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയിക്കായിരിക്കും. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അതൊക്കെ ഇങ്ങനെ മനസ്സിലാവുമായിരിക്കേ അഭിനയമാണെന്ന്. വരുണാണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ അമ്മ സ്നേഹത്തിൻ്റെ നിറകൂടമാണ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്ത് വരുണാണെങ്കിലും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അകത്തേക്ക് കടക്കുകയായിരിക്കും. എന്നിട്ട് ഗോവിന്ദ് പോയി കഴിയുന്ന സമയത്ത് രാധികാമ്മ പറയും, എല്ലാം പോയി, എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ട് പോയി എന്ന് പറയുമ്പോൾ വരുണാണെങ്കിലും പറയും, എല്ലാം പോയി എന്നല്ല, എല്ലാം പോയി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും. അമ്മ സ്നേഹിച്ച് തുടങ്ങുക, അല്ലാണ്ട് വേറെ വഴിയില്ല, ഒന്ന് ആക്ട് ചെയ്യുക എന്നൊക്കെ പറയേ. അവർക്ക് ആ എണ്ണ കാച്ചി കൊടുക്കുക, അല്ലാണ്ട് ഇനി വേറെ വഴിയില്ല, നമുക്ക് എണ്ണ കാച്ചി കൊടുക്കുക എന്നൊക്കെ പറയും. നമ്മുടെ രാധികാമ്മയാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ഇരിക്കുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് രഞ്ജുവും ഗീതവും സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ രഞ്ജുവിൻ്റെ അടുത്ത് അനാർക്കലിയുടെ ആ ഒരു കാര്യമൊക്കെ ചോദിക്കുകയായിരിക്കും, നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്ത് വീഡിയോ ആണ് രാധികാമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രഞ്ജു ഇങ്ങനെ പരിങ്ങിയായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഗീതുവിനാണെങ്കിലും കാര്യം മനസ്സിലാവുമായിരിക്കും, നീ എന്തായാലും നുണ പറയണ്ട, എൻ്റെ അടുത്ത് എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പോൾ രഞ്ജു ആണെങ്കിലും പറയുമായിരിക്കും, രാധികാമ്മയും അനാർക്കലിയും എന്താണ് സംസാരിച്ചതെന്ന് പറയാനായിട്ട് എനിക്ക് അനുവാദമില്ല, രാധികാമ്മയും അനാർക്കലിയും തമ്മിലുള്ള ബന്ധം ഗോവിന്ദേട്ടനടുത്ത് പറയരുതെന്ന് അമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ഇടിപ്പിച്ചു, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗീതു ആണെങ്കിലും പറയും, നിൻ്റെ അമ്മയും എൻ്റെ അമ്മായിമ്മയായിട്ടുള്ള വിജയലക്ഷ്മി അമ്മയും അവരുടെ മകനും സത്യം ഇടാൻ പിന്നെ ഭയങ്കര മിടുക്കരാണ്. അത് വല്ലാത്തൊരു സത്യം ഇടിക്കലാണ്, എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരുപാട് സത്യം ഇടിപ്പിച്ചിട്ടുണ്ട്, എന്തായാലും എനിക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞോളാം, അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുമായിരിക്കെ. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും അവിടുന്ന് നേരെ ഗോവിന്ദൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഗോവിന്ദാണെങ്കിലും റൂമിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും ആലോചിക്കുകയാണ് മനസ്സിൽ, ഇപ്പോൾ രഞ്ജുവിൻ്റെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, രഞ്ജുവിനെയും വെറുക്കും, അത് മാത്രമല്ല അവൾക്ക് ഇപ്പം അങ്ങനെ സങ്കടമൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അവസാനം അത് വിജയലക്ഷ്മി അമ്മയുടെ പേർക്ക് തന്നെ ഈ ഒരു കുറ്റം വരുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗോവിന്ദൻ്റെ അടുത്ത് പോവുമായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ സങ്കടം, രഞ്ജു എന്തുകൊണ്ട് പറഞ്ഞില്ല, രാധികാമ്മ എന്തോ അങ്ങനെയാണെന്ന് വിചാരിക്കുക, പക്ഷേ എല്ലാം അറിഞ്ഞിട്ട് രഞ്ജുവിന് അത് എന്തെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഗീതു ആണെങ്കിൽ രഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഗീതു ആണെങ്കിലും സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ അവസാനം പറയും, അത് എന്തെങ്കിലും ആവട്ടെ കണ്ണേട്ടാ, ഇപ്പം നമുക്ക് രഞ്ജുവിൻ്റെ കുഞ്ഞുമാണ് വലുത് എന്ന് പറയും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പിന്നെ അതെല്ലാം മറന്നിട്ട് ഗീതുവിനെ കെട്ടിപ്പിടിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് രേഖ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരിക്കും. ഈ സമയം വരുൺ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വരികയായിരിക്കും, പ്രിയയെ പോലെ ഇവളെ ഇപ്പോൾ തള്ളിയിട്ട ആരും ഒന്നും വിചാരിക്കില്ല, പ്രിയനെ പോലെ തന്നെ ഇവളും ആയിക്കോളും, ഇപ്പോൾ പറ്റിയ സമയമാണ്, ആർക്കും സംശയമില്ലാതെ ഇവളെ തള്ളിയിടുക എന്ന് പറഞ്ഞിങ്ങനെ കയ്യോ ഇങ്ങനെ വീഴ്ത്തിയിടാൻ പോകുന്ന സമയത്ത് ഗീതു വരികയായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഗീതു വരുമ്പോൾ വേഗം വരുൺ ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടുമായിരിക്കും. അപ്പോൾ രേഖയാണെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, വരുണേട്ടൻ എപ്പോഴാണ് എൻ്റെ പുറകിൽ വന്ന് നിന്നേ എന്ന് ചോദിക്കുമ്പോൾ ഗീത ആണെങ്കിലും പറയും, കുറച്ചധികം നേരെ ആയി വന്ന് നിന്നിട്ട്, ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിന്നത്, എനിക്കറിയാം രേഖേച്ചി ആരടുത്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി നിന്നായിരിക്കും എന്ന് പറയുമ്പോൾ വരുണാണെങ്കിൽ, രക്ഷപ്പെട്ടു, ഞാൻ വീഴ്ത്തിയിടാൻ വേണ്ടി വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ രേഖയും വരുണാണെങ്കിൽ അവിടുന്ന് ഓരോരോ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് ദേഷ്യം വരികയായിരിക്കും. അപ്പോൾ നിന്നിവിടുന്ന് ഞാൻ പുറത്താക്കടി എന്ന് പറയുമ്പോൾ രേഖയാണെങ്കിലും പറയായിരിക്കും, എന്നാൽ പിന്നെ ആദ്യം പുറത്താവുന്നത് ഞാൻ മാത്രമായിരിക്കില്ല, എൻ്റെ കൂടെ വരുണേട്ടനും കൂടെ രാധികാമ്മയും ഉണ്ടാവും, നമുക്ക് 3 പേർ കൂടി പോവുകയാണെങ്കിൽ ഇവിടുന്ന് പുറത്ത് പോവുക എന്ന് പറയുമ്പോൾ വരുണാണെങ്കിലും ദേഷ്യം വരികയായിരിക്കും. എന്നിട്ടിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന സമയത്ത് രേഖയാണെങ്കിലും പറയായിരിക്കും, എൻ്റെ അടുത്ത് അധികം ഭീഷണിയൊന്നും ഇറക്കണ്ട, ഓരോരുത്തരെ കൊടുക്കാനുള്ള തെളിവുകൾ രാധികാമ്മ മൊബൈലിലാണ് സൂക്ഷിക്കുന്നതെങ്കിലേ എൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ മനസ്സിലാണ്, അത് മറക്കരുത് എന്ന് പറഞ്ഞ് രേഖയാണെങ്കിൽ അവിടുന്ന് മാറുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതുവിനാണെങ്കിലും സംശയമാവുമായിരിക്കും, രേഖേച്ചിക്ക് എനിക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമെന്ന് ഉറപ്പാണ്, അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുക എന്ന് തീർച്ചയാണ് എന്ന് ഗീതു ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയായിരിക്കും.
ശേഷം കാണിക്കുന്നത് അവർണികയും അജാസും വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതായിരിക്കും അവർണികയുടെ വീട്ടിലേക്ക്. അപ്പോൾ വണ്ടി ഇറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അജാസ് പറയും, ഇയാളുടെ ഒരു പേഴ്സ് പഴയത് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, പുതിയത് വാങ്ങിക്കുമ്പോൾ എനിക്ക് തരാമെന്ന്, അതൊന്ന് തരുമോ, എനിക്ക് കുറച്ച് പൈസ സൂക്ഷിച്ച് വെക്കാനാണ് എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ അപ്പോൾ അവർണികയാണെങ്കിൽ എന്നാൽ പിന്നെ ആദ്യത്തെ പൈസ എൻ്റെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അജാസ് ആണെങ്കിലും പറയും അതിൽ ഇയാളുടെ പേര് പിന്നുകൊണ്ട് എഴുതിയിട്ട് ആ പൈസയിൽ ഇട്ടാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അവരവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ ഇത് കാണുന്നുണ്ടാവും. അച്ഛൻ പറയും കുറച്ച് കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അജാസിനെ കൂടി വിളിക്ക്, കഴിച്ചിട്ട് പോവാ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അജാസ് ആണെങ്കിലും പറയും ഇല്ല പിന്നെ കഴിക്കുക. അവർണിക പറയും ഞങ്ങളിപ്പോൾ കോഫി ഹൗസിൽ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവായിരിക്കും നമ്മുടെ അജാസ് ആണെങ്കിലും. എന്നിട്ട് പിന്നെ അച്ഛനാണെങ്കിലും പറയും ഇവനെ വിശ്വസിക്കാൻ പറ്റുമോ, കിച്ചുവിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാണ്ട് കല്യാണം കഴിച്ചാൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ അവർണികയാണെങ്കിലും അജാസിനെ നല്ല രീതിക്ക് നല്ലൊരു ഫ്രണ്ടാണ്, അവനെ പോലെയല്ല, അവനായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് കെയറിങ് ആണ് അജാസ് എന്നൊക്കെ പറഞ്ഞ് അജാസിനെ പുകഴ്ത്തി പറയുമായിരിക്കും. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടല്ലോ, വല്ലാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ശേഷം കാണിക്കുന്നത് രാധികാമ്മ ഇവർക്കെല്ലാവർക്കും വേണ്ടി എണ്ണ കാച്ചുന്നതായിരിക്കും. അത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എണ്ണ കാച്ചുന്ന സമയത്ത് വരുണായിരിക്കും അടുപ്പ് ഊതി കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അവിടെ കുറേ പച്ചില മരുന്നുകൊണ്ട് നമ്മുടെ കാഞ്ചനയും അയ്യപ്പേട്ടനൊക്കെ വരുന്നുണ്ടാവും, ഒക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും വന്ന് പറയും ബ്രാഹ്മണ മുഹൂർത്തത്തിലുള്ള പശുവിൻ്റെ ആദ്യത്തെ പാലിൻ്റെ നെയ്യ് എടുത്തോ രാധികാമ്മ എന്നൊക്കെ പറഞ്ഞ് രാധികാമ്മ ഇങ്ങനെ ചോടിപ്പിക്കേ. അപ്പോൾ രാധികാമ്മയ്ക്കാണെങ്കിൽ അവസാനം ദേഷ്യം വന്നിട്ട് ആ ഒരു ചട്ടകം ഉണ്ടല്ലോ ഇളക്കുന്നത് എണ്ണ ഇളക്കുന്ന ആ ചട്ടകം അവിടെ ഇട്ടുകൊണ്ട് ദേഷ്യം വന്നിട്ട് പോകും കേട്ടോ. അപ്പോൾ അയ്യപ്പേട്ടനാണെങ്കിലും പറയുക നീ വെറുതെ രാധികാമ്മയെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചിട്ട് ഇതാ കണ്ടില്ലേ പോയില്ലേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിലും ചിരിച്ചുകൊണ്ട് പറയും രാധികാമ്മ എപ്പോഴും നമുക്കല്ലേ പണി തരുന്നത്, ഇപ്പോൾ കുറച്ച് രാധികാമ്മയ്ക്ക് പണി ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ വരുണാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് വരുണാണെങ്കിലും ഊതിക്കൊണ്ടുണ്ടായിരുന്ന ആ ഒരു സാധനം അവിടെ ഇട്ടിട്ട് വരുണാണെങ്കിലും അവിടെ നിന്ന് പോകുമായിരിക്കും കേട്ടോ.